guys, welcome to Career Talks with Avodha. In the Career Talks with Avodha, നമ്മുടെ കൂടെ അരുണാണ്. സോ അരുണിന്റെ അബോധയുടെ കൂടെയുള്ള ജേർണി എങ്ങനെയുണ്ടായിരുന്നു, അരുൺ ഇപ്പൊ എന്തെടുക്കാണ് എന്നൊക്കെ നമുക്ക് അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി ഇല്ലേ? സോ നമുക്ക് ചോദിക്കാം. ഹായ് അരുൺ. ഹായ്. വെൽക്കം ടു Career Talks with Avodha. താങ്ക് യു. എന്നാണ് സുഖമാണോ? വിശേഷം സുഖമാണോ? നല്ല വിശേഷം, അടിപൊളിയായിട്ട് പോകുന്നു. അപ്പൊ ഞങ്ങൾക്ക് അറിയാൻ നല്ല ആഗ്രഹമുണ്ട്, ഇപ്പൊ എന്ത് ചെയ്യാണ്? ഞാനിപ്പോ ഇന്റേൺഷിപ്പിന് കയറിയേക്കാണ്. ഇപ്പൊ 2 മാസം ആവണു. തിരുവനന്തപുരത്തുള്ള ആഡ്സ്ഫൈ എന്ന് പറഞ്ഞ ഒരു കമ്പനിയിലാണ്. കുഴപ്പമില്ല, അടിപൊളിയായിട്ട്. ഞാൻ അവിടുത്തെ ഇത് തന്നെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് തന്നെ. ഡിജിറ്റൽ മാർക്കറ്റിംഗ്. ഡിജിറ്റൽ മാർക്കറ്റിംഗ്. ഓക്കെ, ഫൈൻ ഫൈൻ ഫൈൻ. 2 മാസമായിട്ട് വർക്ക് ചെയ്യാണ്, ഇന്റേൺഷിപ്പ് ചെയ്യാൻ. അതെ അതെ. കൺഗ്രാറ്റുലേഷൻ ഫ്രം അവർ ഓൾ ഫാമിലി. അപ്പൊ എങ്ങനെയാണ് അബോധയിലേക്ക് വന്നേ, ജേർണി എങ്ങനെയുണ്ടായിരുന്നു, അബോധയോടൊപ്പം ഉള്ളതാണ് അറിയട്ടെ. സോ എന്നാണ് അബോധ ജോയിൻ ചെയ്തത്? അബോധയിൽ ജോയിൻ ചെയ്തിട്ട് ഞാനിപ്പോ ഒരു 6 മാസക്കാലമായി. പക്ഷെ എനിക്ക് 3 മാസത്തോളം എനിക്ക് ഇച്ചിരി തിരക്കായിരുന്നു. നമ്മുടെ ക്ലാസ്സൊന്നും അറ്റൻഡ് ചെയ്യാൻ സാധിച്ചില്ലായിരുന്നു. അതുകൊണ്ട് 6 മാസം കൊണ്ടാണ് ക്ലാസ് കേട്ടിട്ട് ഞാൻ ഇന്റേൺഷിപ്പിന് ജോയിൻ ചെയ്തത്. കുറച്ച് ലേറ്റ് ആയാണ് ജോയിൻ ചെയ്തത്. അതുകൊണ്ട് ഒരു ചെറിയ പ്രശ്നം വന്നുള്ളൂ. കുറച്ച് എങ്ങനെയാണ് അഡ്മിഷൻ എടുത്ത് പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞിട്ടാണ് ജോയിൻ ചെയ്തത്, അങ്ങനെയാണോ? അല്ല, അഡ്മിഷൻ ഞാൻ 3 മാസമൊക്കെ എടുത്തായിരുന്നു. പക്ഷെ 3 മാസം കൊണ്ട് കംപ്ലീറ്റ് ആക്കാൻ പറ്റിയില്ല എനിക്ക്. ഞാൻ 6 മാസം കൊണ്ടാണ്, 6 മാസം ആയില്ല, ഒരു 4-5 മാസമായി. ആ മാസം കൊണ്ടാണ് കംപ്ലീറ്റ് ആക്കിയത് കോഴ്സ്. അങ്ങനെയാണ് ഞാൻ കയറിയത്. എന്റെ നാട് നേരുമംഗലം എന്ന് പറയും. എറണാകുളം ജില്ല തന്നെ. പഠിച്ചത് ഞാൻ കോതമംഗലം, ഇവിടെ തന്നെ. ഏത് കോളേജാ? മാർത്തനീസ് കോളേജ്, MA കോളേജ്, കോതമംഗലം. 2019. ഏതാ പഠിച്ചേ? ഞാൻ എക്കണോമിക്സ്, BA എക്കണോമിക്സ്. ഓക്കേ, ഫൈൻ, ഗുഡ് ഗുഡ്. എക്കണോമിക്സ് എങ്ങനെ ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ എത്തിപ്പെട്ടെ? അത് ഇഷ്ടപ്പെട്ടു വന്നതാണ്, കേട്ടറിഞ്ഞ് വന്നതാണ്. IT ഫീൽഡിലൊക്കെ ഒരു ജോബ് സ്വപ്നം കണ്ടിട്ടുണ്ടായിരുന്നോ? തീർച്ചയായും. ഓക്കെ, ഫൈൻ ഫൈൻ ഫൈൻ. എനിക്ക് തോന്നുന്നതാണ് നമുക്ക് IT ഫീൽഡിലേക്ക് ആഗ്രഹമുള്ള കുട്ടികൾക്കൊക്കെ എടുക്കാൻ പറ്റുന്ന ഒരു നോൺ കോഡിംഗ് ഈസി ജോബാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്, അല്ലേ? അതെ അതെ അതെ. ഓക്കെ, ഫൈൻ. അപ്പൊ ഇപ്പം ഡിജിറ്റൽ മാർക്കറ്റിംഗിനെ പറ്റി ഒരു ബ്രീഫ് ആയിട്ട് പറയാൻ പറ്റുമോ? ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആർക്കും പഠിക്കാൻ പറ്റും. അതായത് ഒരു +2 ഗ്രാജുവേഷൻ ഉള്ള ആർക്കും പഠിക്കാൻ പറ്റിയ ഒരു ബെസ്റ്റ് കോഴ്സ് തന്നെയാണ്. അതായത് അത്യാവശ്യം ബ്ലോഗ് എഴുതാനും കുറച്ച് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാനും മാത്രമായിട്ട് അറിഞ്ഞിരുന്നാൽ മതി. ഇംഗ്ലീഷ് വലിയ കാര്യമായിട്ട് അറിയവും വേണ്ട. പിന്നെ എന്നുവെച്ചാൽ നമുക്ക് അവിടെ എല്ലാം പഠിപ്പിക്കുന്നുണ്ട്, എല്ലാം തന്നെ നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റും നമുക്ക് ഈ കോഴ്സിലൂടെ തന്നെ. സിമ്പിളാണ്, അത്യാവശ്യം ഇപ്പൊ സിമ്പിളാണ് കാര്യം. അപ്പം എന്തുകൊണ്ട് അബോധ ചൂസ് ചെയ്തു ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കാൻ? കേക്കട്ടെ. അതെന്ന് വെച്ചാൽ ഞാൻ ഡിജിറ്റൽ മാർക്കറ്റിംഗിന് നേരത്തെ കോഴ്സ് കേട്ടായിരുന്നു. പക്ഷെ എല്ലായിടത്തും ഭയങ്കര ഫീസൊക്കെയാണ് ആദ്യം പറഞ്ഞത്. നല്ലൊരു അത്യാവശ്യം 25 രൂപയ്ക്ക് ആദ്യം പറഞ്ഞിട്ടുണ്ടായി ഫീസൊക്കെ. 2-3 ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അന്വേഷിച്ചപ്പോൾ അത്ര ഫീസ് പറഞ്ഞു. പിന്നെയാണ് ഞാൻ അബോധനെ കുറിച്ച് കേൾക്കുന്നത്. അതുകൊണ്ടാണ് അബോധയിൽ പോയി ചേർന്ന് പഠിച്ചത്. അത് ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് വെച്ചാൽ അവിടുത്തെ ഫീസ് തന്നെയല്ലേ. ഫീസിന്റെ കുറവ് തന്നെയാണ് ഏറ്റവും വലിയ അട്രാക്ഷൻ. അപ്പൊ എന്തായാലും ഫീസ് കുറയുന്ന സമയത്ത് എന്തായാലും ആരും ഡൗട്ട് അടിച്ചിട്ടുണ്ടാവൂലേ, അബോധയുടെ ക്ലാസ് ഒക്കെ എങ്ങനെ ആയിരിക്കും എന്നൊക്കെ? അതേ ഡൗട്ടോടുകൂടിയാണ് എനിക്ക് നല്ല ഡൗട്ട് ഉണ്ടായിരുന്നു. ഞാനെങ്ങനെ സാറിനെ വിളിച്ച് ഞാൻ ഓഫീസിൽ വന്നിട്ടാണ് അവിടെ വന്നിട്ടുണ്ടായി. ഈ ഇൻഫോപാർക്കിൽ വന്നിട്ട് അവിടെ വന്ന് അന്വേഷിച്ചിട്ടാണ് ഞാൻ പിന്നെ ഒരു ദിവസമാണ് വന്ന് സാറിനെ വിളിച്ച് ജോയിൻ ചെയ്തതാണ്. അപ്പം ആ ഒരു ഡൗട്ട് ഒരുപാട് കുട്ടികൾക്ക് ഉണ്ടാവും. അതുപോലെ ഇത്രയും ഫീസ് കുറവാ, നിങ്ങൾക്ക് എന്താണ് ബെനിഫിറ്റ്, എല്ലാവരും ഇത്രയും ഫീസ് എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പം അങ്ങനെ പറയുമ്പോൾ എന്താണ് അരുണ് മനസ്സിലായത്? ഈ ഫീസ് കുറഞ്ഞിട്ടും എന്തെങ്കിലും ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്യണം എന്നൊക്കെ എവിടെയെങ്കിലും തോന്നിയായിരുന്നോ? അങ്ങനെയൊന്നുമില്ല, ക്വാളിറ്റി കുറവൊന്നുമില്ല, കറക്റ്റ് കാര്യങ്ങൾ തന്നെയാണ് പഠിപ്പിക്കുന്നത്. ഞാൻ വേറെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിച്ച വേറൊരു സുഹൃത്തിനെ നമ്മൾ കണ്ടിട്ടുണ്ടായി. അപ്പൊ ചോദിച്ചപ്പോൾ പറഞ്ഞു, ഇത് നിങ്ങൾക്ക് ഇതാണ് ബെറ്റർ, ഏറ്റവും നല്ല ഇതാണ്. ഇപ്പൊ കൊറോണ ഒക്കെ ആയതുകൊണ്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിക്കാനൊന്നും സാധിക്കില്ലല്ലോ. അപ്പൊ ഇതിനാണ് ഏറ്റവും ബെറ്റർ എന്ന് പറഞ്ഞു എല്ലാവരും. ഇതൊക്കെ തന്നെയാ പഠിപ്പിക്കുന്നുള്ളൂ, കറക്റ്റ് കാര്യങ്ങൾ തന്നെയാണ്. ഞാൻ വേറെ കൂടെ ഷെയർ ചെയ്തപ്പോഴും അവനും ഇത് തന്നെയാണ് പറഞ്ഞത്. അപ്പം അത് തന്നെയാണ് അബോധ എന്താ പറയാ ഡീൽ ചെയ്യുന്നതും അതാണ്. കാരണം മിഡിൽ ക്ലാസ്സിലെ
കുട്ടികൾക്ക് അഫോർഡബിൾ ആവുന്ന രീതിയിൽ സ്വപ്നം കാണാൻ പഠിപ്പിക്കുന്ന ഒരു പ്ലാറ്റ്ഫോം. അതെ. ഓക്കെ, അപ്പൊ ക്ലാസ്സസ് ഒക്കെ എങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞു. എനിക്കറിയാം എങ്ങനെയായിരുന്നു എന്നൊക്കെ. അപ്പൊ ഇത് കാണുന്ന കുട്ടികളോട് അവോധി അരുൺ പറഞ്ഞു എങ്ങനെയാ ക്ലാസ് ഒക്കെ? റെക്കോർഡർ ക്ലാസ് ആയതുകൊണ്ട് ഭയങ്കര എളുപ്പമായിരുന്നു. അതായത് നമുക്ക് ബാക്കിയുള്ള സമയത്ത് എന്തെങ്കിലും ചെറുപ്പം ജോലിക്കൊക്കെ പോയി എന്തായാലും നോക്കാറുന്നു. അപ്പൊ അങ്ങനെയൊക്കെ നോക്കിയാണ് ഞാനും ചെയ്തത്. ഞാൻ ഇടയ്ക്കുള്ള സമയങ്ങളിൽ ഇപ്പൊ ഫ്രീ ടൈമിലേക്കാണ് ഇപ്പൊ കയറിക്കൊണ്ടിരുന്നത്. ഒരു 2 മാസത്തോളം ഞാൻ ഇവിടെ ഇല്ലായിരുന്നു, ഒന്ന് പുറത്തായിരുന്നു. പുറത്തെന്ന് വെച്ചാൽ വീട്ടിലില്ലായിരുന്നു. അപ്പൊ ഉണ്ടെങ്കിൽ ക്ലാസ്സിൽ കയറാൻ പറ്റിയില്ല. അപ്പൊ അതാണ് കുറച്ച് ഞാൻ ലേറ്റ് ആയി പോയതിന്റെ കാര്യം തന്നെ. പിന്നെ വീട്ടിൽ വന്നിരുന്ന നൈറ്റ് ഒക്കെയാണ് അത്യാവശ്യം നോക്കി പഠിച്ചതൊക്കെ. പിന്നെ അങ്ങനെ ക്ലാസ് തന്നെ കണ്ടിന്യൂ ചെയ്തു. പിന്നെ മൊത്തം തീർത്തു കോഴ്സ്. ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നി. ഇപ്പം എല്ലാവർക്കും വരുന്ന ഡൗട്ടാണ്, ക്ലാസ് ഉണ്ട്, റെക്കോർഡ് ക്ലാസ്സസ് ഉണ്ട് എന്നൊക്കെ പറയും. അപ്പം ഈ എക്സാംസ് ഒക്കെ ഉണ്ടോ, അത് നടത്തുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കും. എക്സാംസ് ഒക്കെ ഉണ്ടോ? എക്സാംസ് ഒക്കെ ഉണ്ട്. എക്സാംസ് ഒക്കെ ഓരോ മൊഡ്യൂൾ കഴിയുന്തോറും എക്സാം നടത്തുന്നുണ്ട് അതിൽ. അത് എക്സാം ജയിച്ചാൽ മാത്രമാണ് നമുക്ക് അടുത്ത മൊഡ്യൂളിലേക്ക് നമുക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പൊ എക്സാം പാസ്സാവണം. പ്രാക്ടിക്കൽ സെക്ഷൻസ് പറഞ്ഞു തരുന്നുണ്ടോ അബോധ? ഉണ്ട്. പ്രാക്ടിക്കൽ സെക്ഷൻ എല്ലാം ഉണ്ട്. അത് നമുക്ക് സോൾവ് ചെയ്ത് പഠിക്കാൻ വേണ്ടിയാണ്. അത് സാർ ആദ്യം തന്നെ പറയുന്നുണ്ട്, പ്രാക്ടിക്കൽ ചെയ്ത് പഠിക്കണം എന്ന് പറയുന്നുണ്ട്. തിയറി മാത്രം പഠിച്ചാൽ പോരാ, പ്രാക്ടിക്കൽ നമ്മൾ സോൾവ് ചെയ്ത് പഠിക്കണം. സാർ എന്ന് പറഞ്ഞ കേട്ടോ, ആരാണ് ഏറ്റവും നല്ല ഇഷ്ടപ്പെട്ട ഫാക്കൽറ്റി അബോധയിലെ? ജോസഫ് സാർ. Okay, fine, thank you so much. Then ഇപ്പൊ ക്ലാസ് ഒക്കെ പറഞ്ഞു, ക്ലാസ്സിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഈ ലാപ്പ് വേണമെന്ന് നിർബന്ധമാണോ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കാൻ വേണ്ടി? ലാപ്പ് വേണം, എന്നാലും നമുക്ക് തിയറി മാത്രം പഠിച്ചാൽ പോരല്ലോ, പ്രാക്ടിക്കലും ചെയ്ത് പഠിക്കണമല്ലോ. അപ്പൊ ലാപ്പ് ആവശ്യമായിട്ട് വരും. ആവശ്യമാണ്. ഫോണിലും പഠിക്കാൻ പറ്റും അല്ലെ? ഫോണിൽ പഠിക്കാൻ പറ്റും, പക്ഷെ നമുക്ക് പ്രാക്ടിക്കൽ ഒരു നോളജ് വേണമല്ലോ. ഇന്റേൺഷിപ്പിന് അവരാരും ചോദിക്കുന്നത് പ്രാക്ടിക്കൽ നോളജ് ഉണ്ടോന്നാണ് ആരും ചോദിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇന്റേൺഷിപ്പിന്റെ സമയത്ത് ഇപ്പൊ ഇത് ചെയ്തല്ലേ, നിങ്ങൾ പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെ ആയിരിക്കുമല്ലോ ഇന്റേൺഷിപ്പിന്റെ സമയത്ത് ചെയ്യുന്നേ? അതെ. അതിലും കൂടുതലുണ്ട്. പക്ഷെ നമുക്ക് ഒരു അത്യാവശ്യം നല്ല ഒരു നോളജ് നമുക്ക് ഇതിൽ തന്നെ കിട്ടും. നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. അവര് പറയുന്ന കാര്യങ്ങളൊക്കെ അപ്പൊ നമുക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പം ക്ലാസ് ഒക്കെ കഴിഞ്ഞു. അപ്പം ഇന്റേൺഷിപ്പിലേക്ക് കയറുന്ന ആ ഒരു മൊമെന്റ് പറഞ്ഞു, എങ്ങനെയായിരുന്നു? ഇന്റേൺഷിപ്പിൽ കയറിയപ്പോ ആദ്യം ഒരിക്കലും പേടി ഉണ്ടായിരുന്നു, നല്ലൊരു അത്യാവശ്യം പേടി ഉണ്ടായിരുന്നു. പിന്നെ അവര് സപ്പോർട്ട് ചെയ്തു. അവർക്കും അറിയാമായിരുന്നു നമ്മുടെ അബോധയിൽ നിന്ന് വന്ന സ്റ്റുഡന്റ് ആണെന്ന് മനസ്സിലായപ്പോഴത്തേക്കും അവർക്കും വലിയ താല്പര്യമൊക്കെ ആയിരുന്നു. നമ്മൾ വീട്ടിൽ നിന്ന് സ്വയം പഠിച്ച് ചെയ്യാന്ന് അവർക്ക് അറിയാം. ഇത്തരം നമ്മള് കമ്പനിയുടെ കാര്യം അറിയാം. നമ്മളെ നന്നായിട്ട് ഫ്രഷേഴ്സിന് നല്ല പ്ലാറ്റ്ഫോം കൊടുക്കുന്ന ഒരു കമ്പനിയാണ്. മനസ്സിലായിരുന്നു. അപ്പം അങ്ങനെയാണ് ക്ലാസ് ഒക്കെ അല്ലേ? അതെ. മോക്ക് ഇന്റർവ്യൂ ഒക്കെ ഉണ്ടായിരുന്നോ? എല്ലാം ഉണ്ടായിരുന്നു. മോക്ക് ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. ഇന്റർവ്യൂ പാസ്സായി. 2 ഇന്റർവ്യൂ എന്തോ ഉണ്ടായിരുന്നു. 2 ഇന്റർവ്യൂ പാസ്സായിട്ടാണ് കയറിയത്. അപ്പം കറന്റ് ഇപ്പൊ ഡിജിറ്റൽ മാർക്കറ്ററായിട്ട് വർക്ക് ചെയ്യുവാണ്. അപ്പം അബോധയിലേക്ക് ആദ്യമായിട്ട് വരുന്ന ഒരു സ്റ്റുഡന്റിനോട് എന്താണ് ആരോട് പറയാനുള്ളത് അബോധയെ പറ്റി? അബോധ ഒരു ബെസ്റ്റ് പ്ലാറ്റ്ഫോം തന്നെയാണ് പഠിക്കാൻ തന്നെ. ഏറ്റവും സിമ്പിൾ ആയിട്ട്, അത് സിമ്പിൾ വേയിലൂടെ നമുക്ക് ഏത് കോഴ്സ് നമുക്ക് പെട്ടെന്ന് പഠിച്ചെടുക്കാം. അതായത് 2500 ഫീസ് എന്ന് പറഞ്ഞാൽ 2800 ഫീസ് എന്ന് പറഞ്ഞാൽ ഒന്നുമല്ല അത് കാലഘട്ടത്തിൽ. പക്ഷെ എന്ന് വെച്ചാൽ ഇത് സിമ്പിൾ ആയിട്ട് നമുക്ക് പഠിച്ചെടുക്കാം. കോഴ്സ് എങ്ങനെയായാലും നമുക്ക് പെട്ടെന്ന് പഠിച്ചെടുക്കുകയും ചെയ്യാം, പെട്ടെന്ന് നമുക്ക് ജോലിക്ക് കയറുകയും ചെയ്യും. ഓക്കെ, ഫൈൻ. ഇപ്പം ഇന്റേൺഷിപ്പ് ഒക്കെ ആയ സമയത്ത് വീട്ടുകാരൊക്കെ ഹാപ്പി ആയോ? ഹാപ്പിയാണ്, എല്ലാവരും ഹാപ്പിയാണ്. 2019 പാസ് ഔട്ട് ആയി. അത് കഴിഞ്ഞ് വർക്ക് ചെയ്യുന്നു, ഇന്റേൺഷിപ്പ് ചെയ്യുന്നു. അതെ. ഓക്കെ, then ഇപ്പൊ അബോധയ്ക്ക് എത്ര റേറ്റിംഗ്സ് വരും? അത് ടോട്ടൽ അല്ലേ, 10ൽ 10. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഉള്ളിന്നാ വന്നേന്ന് എനിക്ക് മനസ്സിലായി, കാരണം സ്മൈലി ഞങ്ങൾക്ക് എല്ലാം മനസ്സിലായി. താങ്ക് യു സോ മച്ച്. അപ്പം ഓൾ ദ വെരി ബെസ്റ്റ്. അബോധനെ ചൂസ് ചെയ്തതിനും ഞങ്ങളുടെ കൂടെ നിന്നതിനും ഇപ്പം നമുക്ക് വേണ്ടി ഇവിടെ ഈ ഫോർമാറ്റിൽ വന്ന് സംസാരിച്ചതിനും അരുൺ, താങ്ക് യു സോ മച്ച്. ആൻഡ് വിഷ് യു ഓൾ ദ ബെസ്റ്റ്. വിവരങ്ങളിൽ എത്തട്ടെ. താങ്ക് യു.